Module 5 set transform. Set transform of a signal x of n is given by x of z equal to summation n equal to minus infinity to infinity x of n into z raised to minus n. ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സമ്മേഷൻ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ നമുക്ക് തരുന്ന സിഗ്നൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനുശേഷം സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ആൻസറാണ് ആ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നൊരു ടേമാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. റീജിയൻ ഓഫ് കൺവേർജൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സെറ്റ് ട്രാൻസ്ഫോമിൻ്റെയും ഏതൊരു സിഗ്നലിൻ്റെയും സെറ്റ് ട്രാൻസ്ഫോം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വാല്യൂസ് ഓഫ് സെഡ് ഇൻ ദ സെറ്റ് പ്ലെയിൻ ഫോർ വിച്ച് the magnitude of x of z is finite is called region of convergence. Region of convergence എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, സെറ്റിനുള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഫോർ വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഓഫ് സെഡ് ഈസ് ഫൈനൈറ്റ്. എക്സ് ഓഫ് സെഡ് ഫൈനൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സെറ്റിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, ആ വാല്യൂസിനെയാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുക. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി. ആർ ഒ സിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തത് ആർ ഒ സി ഓഫ് എക്സ് ഓഫ് സെഡ് കൺസിസ്റ്റ് ഓഫ് എ സർക്കിൾ ഇൻ ദ സെറ്റ് പ്ലെയിൻ സെൻറ്റേഡ് അബൌട്ട് ദ ഒറിജിൻ. അപ്പോൾ ആർ ഒ സി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളാണ് ഇൻ ദ സെറ്റ് പ്ലെയിൻ സെൻറ്റേഡ് അബൌട്ട് ദ ഒറിജിൻ. അതായത് നമ്മൾ ആർ ഒ സി എഴുതുക മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1, മോഡ് സെഡ് ലെസ് ദാൻ 2, അങ്ങനെയാണ് ആർ ഒ സി എഴുതുക. അപ്പോൾ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് ആർ ഒ സി ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പോൾ. ആർ ഒ സിയിൽ പോൾസ് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് the set transform x of z converges uniformly if and only if the ROC of set transform of the given discrete time signal includes a unit circle. അപ്പോൾ നമ്മൾ എഴുതുന്ന ആർ ഒ സി യൂണിറ്റ് സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ട്രാൻസ്ഫോം കൺവേർജസ് ആയിരിക്കും, കൺവേർജസ് യൂണിഫോംലി. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന ആർ ഒ സിയിൽ 1 എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ എക്സ് ഓഫ് സെഡ് കൺവേർജസ് ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് ഓഫ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ദെൻ ആർ ഒ സി വിൽ ബി എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് അറ്റ് സെഡ് ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് തരുന്ന സിഗ്നൽ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെങ്കിൽ ആർ ഒ സി എന്ന് പറയുന്നത് എൻറ്റയർ സെറ്റ് പ്ലെയിൻ ആയിരിക്കും. 2 വാല്യൂ ഒഴികെ, സെഡ് ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഒഴികെ ബാക്കിയുള്ള സെറ്റ് പ്ലെയിൻ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ് ദെൻ ആർ ഒ സി വിൽ നോട്ട് ഇൻക്ലൂഡ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് വരുന്ന സിഗ്നൽ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ആ ആർ ഒ സിയിൽ സെഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവില്ല, എക്സ്ക്ലൂഡ് ആയിരിക്കും. അടുത്തത്, ഇഫ് ദ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ദെൻ ആർ ഒ സി വിൽ നോട്ട് ഇൻക്ലൂഡ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ആർ ഒ സിയിൽ സെഡ് ഈക്വൽ ടു 0 ഉണ്ടാവില്ല. If the discrete time signal x of n is causal, then ROC will include z equal to infinity. നമുക്ക് തരുന്ന സിഗ്നൽ കോസൽ ആണെങ്കിൽ ആർ ഒ സിയിൽ z equal to infinity ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തത്, if the discrete time signal x of n is anti-causal, then ROC will include z equal to 0. അപ്പോൾ ആൻറ്റി കോസൽ സിഗ്നൽ ആണെങ്കിൽ ആർ ഒ സിയിൽ z equal to 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ആർ ഒ സിൻ്റെ പ്രോപ്പർട്ടീസ്. ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടീസ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്കാം. അടുത്തതിന് കുറച്ച് കോമൺ സിഗ്നൽസിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം നോക്കാം. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് കോമൺ സിഗ്നൽസ്. അതിനകത്ത് ഒന്നാമത്തതാണ് യൂണിറ്റ് ഇമ്പൾസ് ഡെൽറ്റ ഓഫ് എൻ. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് എൻ ഈക്വൽ ടു നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിൽ എക്സ് ഓഫ് എന്നിന് പകരം ഡെൽറ്റ ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ ഡെൽറ്റ ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ ആകെ എൻ ഈക്വൽ ടു 0ൽ മാത്രമേ അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ കേസിലും 0 ആയിരിക്കും. അപ്പോൾ വേറെ ഒരു വാല്യൂവിലും അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡീഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ഒരു വാല്യൂ മാത്രമേ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, എൻ ഈക്വൽ ടു 0 മാത്രമേ കൊടുക്കണ്ടൂ, ബാക്കി എല്ലാ കേസിലും ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ ഓഫ് 0 ഇൻറ്റു സെഡ് റേസ് ടു 0 എന്ന് എഴുതാം. ഡെൽറ്റ ഓഫ് 0 1 ആണ്, സെഡ് റേസ് ടു 0യും 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആർ ഒ സി എഴുതുമ്പോൾ നമ്മൾ ആർ ഒ സി എപ്പോഴും എഴുതേണ്ടത് നമ്മുടെ ടോട്ടൽ എക്സ് ഓഫ് സെഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സെറ്റ് ട്രാൻസ്ഫോം ഫൈനൈറ്റ് ആയിരിക്കണം. എക്സ് ഓഫ് സെഡ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ 0 അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഇൻഫിനിറ്റി ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. അതുപോലെ ന്യൂമറേറ്റർ ഇൻഫിനിറ്റി ആവുന്ന പോയിന്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും.
അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം ആകെ 1 ആണ് ആൻസർ, അതിനകത്ത് സെറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ROC എന്ന് പറഞ്ഞാൽ എൻറ്റയർ സെറ്റ് പ്ലെയിൻ ആയിരിക്കും. അടുത്തത് ഡിലേയ്ഡ് യൂണിറ്റ് ഇമ്പൾസ്. ഡിലേയ്ഡ് യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഓഫ് n-k, ഡിലേ ചെയ്തിരിക്കുന്ന യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോർമിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ ആ സിഗ്നൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡെൽറ്റ ഓഫ് n-k ഇൻറ്റു z⁻⁻n. അപ്പോൾ ഡിലേയ്ഡ് യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ n=0 ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്നതിന് പകരം n=k ആംപ്ലിറ്റ്യൂഡ് 1. അപ്പോൾ നമ്മളിവിടെ n പകരം k ആണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ n പകരം k കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഓഫ് k ഇൻറ്റു z⁻⁻k. അപ്പോൾ ഡെൽറ്റ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു z⁻⁻k എന്ന് കിട്ടും. അതായത് 1/z⁻k. അതാണ് നമുക്ക് കിട്ടുന്ന സെറ്റ് ട്രാൻസ്ഫോം. അപ്പോൾ ഇവിടുത്തെ ROC എന്ന് പറഞ്ഞാൽ എൻറ്റയർ സെറ്റ് പ്ലെയിൻ ആയിരിക്കും എക്സെപ്റ്റ് അറ്റ് z=0. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ ഈ ടേം z=0 കൊടുക്കുമ്പോഴാണ് ഡിനോമിനേറ്റർ 0 വരിക. അപ്പോൾ നമുക്ക് ROC എഴുതാം എൻറ്റയർ സെറ്റ് പ്ലെയിൻ എക്സെപ്റ്റ് അറ്റ് z=0. അടുത്ത സിഗ്നൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ U of n. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് U of n സമ്മേഷൻ n -∞ to ∞ U of n ഇൻറ്റു z⁻⁻n. x of n പകരം നമ്മൾ U of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ U of n എന്ന് പറഞ്ഞ സിഗ്നൽ n=0 to ∞ വരെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് മാറ്റിയിട്ട് 0 to ∞ എന്ന് എഴുതാം. അതിൻ്റെ U of n പകരം നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സമ്മേഷൻ n=0 to ∞ 1 ഇൻറ്റു z⁻⁻n എന്ന് വരും. അവിടെ നമ്മൾ n 0 മുതൽ ∞ വരെ വാല്യൂ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ n ആദ്യം 0 കൊടുക്കുമ്പോൾ z⁻0 1 എന്ന് കിട്ടും. 1 കൊടുക്കുമ്പോൾ z⁻⁻1 പ്ലസ് z⁻2 പ്ലസ് z⁻3 പ്ലസ് എക്സെട്ര ടു ∞. അപ്പോൾ z⁻1 നമുക്ക് 1/z എന്ന് എഴുതാം. z⁻2 1/z² എന്ന് എഴുതാം. z⁻3 1/z³ എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ഇക്വേഷനുള്ളത് 1 പ്ലസ് x പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര ഈ ഒരു ഫോമിലാണുള്ളത്. ആ ഇക്വേഷനെ നമുക്ക് 1/1 - x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പൊസിഷനിലുള്ളത് 1/z ആണ്. അപ്പോൾ അതിനെ നമുക്ക് 1/1 - 1/z എന്ന് എഴുതാം. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1/z-1/z എന്ന് കിട്ടും. ആ ഡിനോമിനേറ്ററിലുള്ള z നേരെ ന്യൂമറേറ്ററിലെത്തും. അപ്പോൾ ആൻസർ z/z-1 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. അതിൻ്റെ ROC എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ ടേം വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവണം. ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവണമെങ്കിൽ 1/z വാല്യൂ 1-നേക്കാളും ചെറുതായിരിക്കണം. 1-നേക്കാളും കൂടിക്കഴിഞ്ഞാൽ താഴെ നെഗറ്റീവ് വരും. അപ്പോൾ 1-നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് മോഡ് 1/z <1 എന്ന് എഴുതാം. ഈ സെറ്റിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 മോഡ് z എന്ന് വരും. തിരിച്ചെഴുതി കഴിഞ്ഞാൽ മോഡ് z > 1 എന്ന് വരും. അപ്പോൾ ഈ ടേം വെച്ചിട്ട് എഴുതുവാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഈ ടേം വെച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് സെറ്റിൻ്റെ വാല്യൂ > 1 വരുമ്പോഴാണ് ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവുക. അപ്പോൾ അതിൻ്റെ ROC മോഡ് z > 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേമിൻ്റെ ഒരു സെറ്റ് ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ ROC എഴുതാം. അടുത്ത സിഗ്നൽ യൂണിറ്റ് റാമ്പ് സിഗ്നൽ R of n. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് R of n സമ്മേഷൻ n ∞ to ∞ R of n ഇൻറ്റു z⁻⁻n. അപ്പോൾ R of n എന്ന് പറയുന്ന സിഗ്നൽ n ആണ് ഫോർ n > 0, 0 ആണ് ഫോർ n < 0. അപ്പോൾ നെഗറ്റീവ് സൈഡിൽ ഇതിൻ്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് 0 to ∞ എന്ന് എഴുതാം. R of n പകരം n എന്ന് എഴുതാം. അപ്പോൾ സമ്മേഷൻ n = 0 to ∞ n ഇൻറ്റു z⁻⁻n എന്ന് എഴുതാം. അവിടെ നമ്മൾ n വാല്യൂ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ n ആദ്യം 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു z⁻0 0 എന്ന് കിട്ടും. 1 ഇൻറ്റു z⁻1 2 ഇൻറ്റു z⁻2 പ്ലസ് 3 ഇൻറ്റു z⁻3 പ്ലസ് 4 ഇൻറ്റു z⁻4 പ്ലസ് എക്സെട്ര. ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/z പ്ലസ് 2 ഇൻറ്റു 1/z² പ്ലസ് 3 ഇൻറ്റു 1/z³ പ്ലസ് 4 ഇൻറ്റു 1/z⁴. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിതൊരു സ്റ്റാൻഡേർഡ് ഫോമിലല്ല, ഇനി റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് നിന്ന് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള 1/z പുറത്തേക്ക് എടുക്കും. അപ്പോൾ എല്ലാ ടേമിലും കോമൺ ആയിട്ടൊരു 1/z ഉണ്ട്. 1/z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 ആവും, സെക്കൻഡ് ടേം 2/z ആവും, തേർഡ് ടേം 3/z² ആവും, ഫോർത്ത് ടേം 4/z³ പ്ലസ് എക്സെട്ര. അപ്പോൾ 1/z പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. ഇതിപ്പം 1 പ്ലസ് 2x പ്ലസ് 3x² പ്ലസ് 4x³ പ്ലസ് എക്സെട്ര ഈ ഒരു ഫോമിലാണുള്ളത്. ഇതിൻ്റെ റെഡ്യൂസ്ഡ് ഫോമാണ് 1/1 - x ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനൊരു ഫോമിലാണ് ഇക്വേഷൻ വരുന്നതെങ്കിൽ നമ്മളതിനെ 1/1 - x ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പൊസിഷനിലുള്ളത് 1/z ആണ്. അപ്പോൾ നമുക്കിതിനെ 1/1 - 1/z ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
അപ്പോൾ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/z-1 ഡിവൈഡഡ് ബൈ z ഹോൾ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ വരും. ഇതിനകത്ത് സെപ്പറേറ്റ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്ക്വയർ വരും. ഈ z സ്ക്വയറിന് നേരെ ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1/z ഇൻറ്റു z സ്ക്വയർ ഡിവൈഡഡ് ബൈ z-1 ഹോൾ സ്ക്വയർ. ഒരു z ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ z ഡിവൈഡഡ് ബൈ z-1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് യൂണിറ്റ് റാമ്പ് സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. അപ്പോൾ ഇതിൻ്റെ ROC എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പോൾ z-1 എന്നാണുള്ളത്. അപ്പോൾ മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അടുത്തത് u ഓഫ് -n -1. ഇവിടെ ഷിഫ്റ്റഡ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലാണ്. ഷിഫ്റ്റഡും ആണ് ഫോൾഡഡും ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് u ഓഫ് -n -1 ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു -∞ to ∞ u ഓഫ് -n -1 ഇൻറ്റു z റേസ് ടു -n. സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u ഓഫ് -n -1 എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. -1 മുതൽ -∞ വരെ പോകുന്ന സിഗ്നലായിരിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് മാറ്റി എഴുതി കഴിഞ്ഞാൽ -∞ to -1. യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 തന്നെയാണ്. അപ്പോൾ 1 ഇൻറ്റു z റേസ് ടു -n. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ -1 മുതൽ -∞ വരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം -1 കൊടുക്കുമ്പോൾ z റേസ് ടു 1 എന്ന് കിട്ടും. പ്ലസ് -2 കൊടുക്കുമ്പോൾ z റേസ് ടു 2 എന്ന് കിട്ടും. -3 കൊടുക്കുമ്പോൾ z ക്യൂബ് എന്ന് കിട്ടും. -4 കൊടുക്കുമ്പോൾ z റേസ് ടു 4 എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര. അപ്പോൾ എല്ലാ ടൈമിലും കോമൺ ആയിട്ടൊരു z ഉണ്ട്. സെഡിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ z ഇൻറ്റു 1 പ്ലസ് z സ്ക്വയർ പ്ലസ് z ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ z ഇൻറ്റു 1/1 മൈനസ് z എന്ന് എഴുതാം. ഇത് 1 പ്ലസ് x സ്ക്വയർ പ്ലസ് x ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അതിനെ നമുക്ക് 1/1 മൈനസ് z എന്ന് എഴുതാം. അപ്പോൾ അതിന് ടോട്ടൽ ആൻസർ z/1 മൈനസ് z. ഇതാണ് അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. ഇനി ROC എഴുതാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആവണമെങ്കിൽ മോഡ് z ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ROC നമുക്ക് മോഡ് z ലെസ് ദാൻ 1 എന്ന് എഴുതാം. അടുത്ത സിഗ്നൽ a raised to n u of n. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് a raised to n u of n ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു -∞ to ∞ a raised to n u of n z raised to -n. അപ്പോൾ ഇവിടെ u of n ഉള്ളതുകൊണ്ട് ലിമിറ്റ് നമുക്ക് 0 to ∞ എന്ന് എഴുതാം. അപ്പോൾ a raised to n ഇൻറ്റു z raised to -n എന്ന് എഴുതാം. n നമ്മൾ 0 മുതൽ ∞ വരെ വാല്യൂ കൊടുക്കുക. അപ്പോൾ n 0 കൊടുക്കുമ്പോൾ a raised to 0 z raised to 0 1 എന്ന് കിട്ടും. പ്ലസ് 1 കൊടുക്കുമ്പോൾ a ഇൻറ്റു z raised to -1. 2 കൊടുക്കുമ്പോൾ a സ്ക്വയർ z raised to -2. 3 കൊടുക്കുമ്പോൾ a ക്യൂബ് z raised to -3 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1 പ്ലസ് a/z z raised to -1നെ 1/z എന്ന് എഴുതാം. അപ്പോൾ അത് a/z എന്നാവും. അതുപോലെ അടുത്തത് a സ്ക്വയർ ബൈ z സ്ക്വയർ എന്നാവും. അതിനെ നമുക്ക് a/z ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് a ക്യൂബ് ബൈ z ക്യൂബ്, അതിന് a/z ഹോൾ ക്യൂബ് എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിപ്പോൾ 1 പ്ലസ് x സ്ക്വയർ പ്ലസ് x ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലാണുള്ളത്. അതിനെ നമുക്ക് 1/1 മൈനസ് x എന്ന് എഴുതാം. അപ്പോൾ 1/1 മൈനസ് a/z. ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ a/z ആണുള്ളത്. അപ്പോൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/z മൈനസ് a/z എന്ന് കിട്ടും. ആ z നേരെ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ z/z മൈനസ് a. ഇതാണ് a raised to n u of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. അതിൻ്റെ ROC എന്ന് പറഞ്ഞാൽ മോഡ് z ഗ്രേറ്റർ ദാൻ a ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ബേസിക് സിഗ്നൽസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട റിസൾട്ട് ഒന്ന് യൂണിറ്റ് ഇമ്പൾസിൻ്റെ അറിയണം, അതിൻ്റെ ROC അറിയണം, യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ അറിയണം, ROC അറിയണം, അതുപോലെ ഡിലേയുടെ യൂണിറ്റ് സ്റ്റെപ്പ് അതിൻ്റെ അറിയണം, n u of n-ൻ്റെ അറിയണം, a raised to n u of n-ൻ്റെ അറിയണം. ഇത് നമുക്ക് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും റിസൾട്ട് ഓർത്ത് വെക്കാം വിത്ത് ROC. അടുത്തതിന് സെറ്റ് ട്രാൻസ്ഫോമിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ 0n ആൻഡ് സൈൻ ഒമേഗ 0n. അപ്പോൾ കോസ് ഒമേഗ 0n സൈൻ ഒമേഗ 0n രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പ് തന്നെയാണ്. ഫൈനൽ ആൻസറിൽ നിന്നാണ് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും സെറ്റ് ട്രാൻസ്ഫോം ആക്കുക. അപ്പോൾ കോസ് ഒമേഗ 0n സൈൻ ഒമേഗ 0n ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ഇ റീസ് ടു ജെ ഒമേഗ 0n u of n. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒമേഗ 0n എന്നാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഇ റീസ് ടു ജെ ഒമേഗ 0n, ആ ഒമേഗ 0n ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ സമ്മേഷൻ n ഈക്വൽ ടു -∞ to ∞ ഇ റീസ് ടു ജെ ഒമേഗ 0n u of n z റീസ് ടു -n. അപ്പോൾ എക്സ് ഓഫ് n പകരം നമ്മൾ ഇ റീസ് ടു ജെ ഒമേഗ 0n u of n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലിമിറ്റ് മാറ്റി എഴുതാം. u of n ഉള്ളതുകൊണ്ട് 0 to ∞ എന്ന് എഴുതാം. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 0 to ∞ ഇ റീസ് ടു ജെ ഒമേഗ 0n z റീസ് ടു -n. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ n-നകത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റീസ് ടു 0 z റീസ് ടു 0 1 എന്ന് കിട്ടും. n ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇ റീസ് ടു ജെ ഒമേഗ 0 ഇൻറ്റു z റീസ് ടു -1
2 കൊടുത്തു കഴിഞ്ഞാൽ e⁻²j⍵0 z⁻². 3 കൊടുത്തു കഴിഞ്ഞാൽ e⁻3j⍵0 z⁻³ പ്ലസ് എക്സെട്ര. അപ്പോൾ ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ z⁻⁻1 നമുക്ക് 1/z എന്ന് എഴുതാം, z⁻²നെ 1/z² എന്ന് എഴുതാം, z⁻3നെ 1/z³ എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 പ്ലസ് e⁻j⍵0 ഡിവൈഡഡ് ബൈ z പ്ലസ് e⁻j⍵0 ഡിവൈഡഡ് ബൈ z ഹോൾ സ്ക്വയർ പ്ലസ് e⁻j⍵0 ഡിവൈഡഡ് ബൈ z ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്കതിനെ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് ആക്കി മാറ്റി എഴുതാം. e⁻²j⍵0നെ നമുക്ക് e⁻j⍵0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലാണുള്ളത്. അതിനെ നമുക്ക് 1/1 - x എന്ന് എഴുതാം. അപ്പോൾ 1/1 - എക്സിൻ്റെ പൊസിഷനിലുള്ളത് e⁻j⍵0 ഡിവൈഡഡ് ബൈ z. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് z/z - e⁻j⍵0 എന്ന് ആൻസർ കിട്ടും. അതിനുശേഷം നമ്മൾ e⁻j⍵0നെ മാറ്റി എഴുതുന്നു. e⁻j⍵0 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ e⁻j⁻θ എന്ന് പറഞ്ഞാൽ cos θ പ്ലസ് j sin θയാണ്. അപ്പോൾ e⁻j⍵0 എന്ന് പറഞ്ഞാൽ cos ω0 പ്ലസ് j sin ω0 ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ z - cos ω0 മൈനസ് j sin ω0 എന്ന് കിട്ടും. അതിനുശേഷം ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് ആയതുകൊണ്ട് ആ കോംപ്ലക്സിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ z/z - cos ω0 മൈനസ് j sin ω0 ഇൻറ്റു z - cos ω0 പ്ലസ് j sin ω0. ഇമാജിനറി പാർട്ടിനെ നമ്മൾ സൈൻ ചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതാണ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൈനസ് j sin ω0 എന്നുള്ളതിനെ നമുക്ക് പ്ലസ് j sin ω0 ഡിവൈഡഡ് ബൈ z - cos ω0 പ്ലസ് j sin ω0 എന്ന് എഴുതാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ന്യൂമറേറ്റർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ z ഇൻറ്റു z - cos ω0 പ്ലസ് j sin ω0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സും അതിൻ്റെ കോഞ്ചുഗേറ്റുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു കോംപ്ലക്സും അതിൻ്റെ കോഞ്ചുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് z - cos ω0 ആണ്. അപ്പോൾ z - cos ω0 ഹോൾ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് sin ω0 ആണ്. അപ്പോൾ sin ω0 ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ന്യൂമറേറ്ററിലെ z നമുക്ക് രണ്ട് ടേമിനോടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ z മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z ഇൻറ്റു z - cos ω0 പ്ലസ് j z sin ω0 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഡിനോമിനേറ്റർ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ z² മൈനസ് 2z cos ω0 പ്ലസ് cos സ്ക്വയർ ω0 പ്ലസ് sin സ്ക്വയർ ω0. അപ്പോൾ ഇവിടെ ഒരു cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ ഉണ്ട്, അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ടേമിനെ നമുക്ക് രണ്ട് ടേമാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് z ഇൻറ്റു z - cos ω0 ഡിവൈഡഡ് ബൈ z² മൈനസ് 2z cos ω0 പ്ലസ് 1 പ്ലസ് j ഇൻറ്റു z sin ω0 ഡിവൈഡഡ് ബൈ z² മൈനസ് 2z cos ω0 പ്ലസ് 1. അപ്പോൾ ഒന്നിനെ റിയൽ പാർട്ടോ ഒന്നിനെ ഇമാജിനറി പാർട്ടോ ആക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് e⁻j⍵0 ഇൻറ്റു u(n) എന്നാണ്. e⁻j⍵0 n നമുക്ക് cos ω0n പ്ലസ് j sin ω0n എന്ന് എഴുതാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മാറ്റി എഴുതി കഴിഞ്ഞാൽ z ട്രാൻസ്ഫോം ഓഫ് cos ω0n പ്ലസ് j sin ω0n. അപ്പോൾ രണ്ടിനെ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലെഫ്റ്റ് സൈഡിൻ്റെ റിയൽ പാർട്ട്, ഇതാണ് z ട്രാൻസ്ഫോം ഓഫ് cos ω0n. റൈറ്റ് സൈഡ് ഇതാണ് അതിൻ്റെ റിയൽ പാർട്ട്. അപ്പോൾ z ട്രാൻസ്ഫോം ഓഫ് cos ω0n ഈക്വൽ ടു z² മൈനസ് z cos ω0 ഡിവൈഡഡ് ബൈ z² മൈനസ് 2z cos ω0 പ്ലസ് 1. അതുപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ z ട്രാൻസ്ഫോം ഓഫ് sin ω0n ഈക്വൽ ടു z sin ω0 ഡിവൈഡഡ് ബൈ z² മൈനസ് 2z cos ω0 പ്ലസ് 1. ഇതിൻ്റെ രണ്ടിൻ്റെ ROC മോഡ് z ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമ്മളോട് കോസിൻ്റെ ട്രാൻസ്ഫോം ചോദിച്ചാലും സൈനിൻ്റെ ട്രാൻസ്ഫോം ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഫോർമാറ്റിൽ ചെയ്ത് വന്നാൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസിൻ്റെയും സൈനിൻ്റെയും ഒരുമിച്ച് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് x of n ഈക്വൽ ടു a⁻n+1 ഇൻറ്റു u of n+1. അപ്പോൾ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതി x of n പകരം നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ u of n+1 എന്ന് പറയുന്ന സിഗ്നൽ വേരി ചെയ്യുന്നത് -1 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. അപ്പോൾ u of n+1 എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നൽ വരിക -1 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും. അപ്പോൾ നമ്മുടെ ലിമിറ്റ് സമ്മേഷൻ n ഈക്വൽ ടു -1 ടു ഇൻഫിനിറ്റി a⁻n+1 ഇൻറ്റു z⁻n. u of n+1ൻ്റെ വാല്യൂ 1 ആണ്.
അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്നിനെ നമ്മൾ -1 മുതൽ ഇൻഫിനിറ്റി വരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a⁻0 z⁻1 എന്ന് കിട്ടും. അടുത്തത് 0 കൊടുത്തു കഴിഞ്ഞാൽ a⁻1 z⁻0, 2 കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തു കഴിഞ്ഞാൽ a² z⁻−1, നെക്സ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ a³ z⁻−2 പ്ലസ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് ടേമിനെ നമുക്ക് z മാത്രമായിട്ട് എഴുതാം, a⁻0 1 ആണ്. സെക്കൻഡ് ടേം z⁻0 1 ആണ്, അത് a മാത്രമായിട്ട് എഴുതാം. തേർഡ് ടേമിനെ നമുക്ക് a²/z എന്ന് എഴുതാം. ഫോർത്ത് ടേമിനെ നമുക്ക് a³ എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രം അവിടെ വെച്ച് ബാക്കി എല്ലാ ടേമിലും കോമൺ ആയിട്ട് a ഉണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ടേമിൽ നിന്നും a ഔട്ട് സൈഡ് എടുക്കുന്നു. അപ്പോൾ z പ്ലസ് a ഇൻറ്റു 1 പ്ലസ് a/z പ്ലസ് a²/z² പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1 പ്ലസ് a/z പ്ലസ് a/z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇത് 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് x³ പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിലാണുള്ളത്. അതിനെ നമുക്ക് 1/1 - x എന്ന് എഴുതാം. അപ്പോൾ 1/1 - a/z. അപ്പോൾ z പ്ലസ് a ഇൻറ്റു 1/1 - a/z എന്ന് എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ z പ്ലസ് a ഇൻറ്റു z/z - a എന്ന് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ z പ്ലസ് az ഡിവൈഡഡ് z - a എന്ന് എഴുതാം. ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z ഇൻറ്റു z - a പ്ലസ് az ഡിവൈഡഡ് z - a. അപ്പോൾ z നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ z² - az പ്ലസ് az ഡിവൈഡഡ് z - a. അപ്പോൾ -az പ്ലസ് az ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്നത് z² ഡിവൈഡഡ് z - a. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം. അതിൻ്റെ ROC എന്ന് പറയുന്നത് mod z ഗ്രേറ്റർ ദാൻ a ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്ററിൽ z - a എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ അത് പോസിറ്റീവ് കിട്ടണമെങ്കിൽ mod z ഗ്രേറ്റർ ദാൻ a ആയിരിക്കണം.